ഹായ് സ്റ്റെഫി. പിന്നെ ഞാൻ ഈ വ്ളോഗൊന്നും എടുക്കാറില്ല. ഞങ്ങള് നടക്കാൻ പോവാണ്. ഒരു സ്ഥലം കാണാൻ പോവാ. ഗൂഗിൾ മാപ്പ് ചതിച്ചിട്ട് എത്തും. അതെ, ഗൂഗിൾ മാപ്പ് 10 മിനിറ്റ് ആണല്ലോ കാണിക്കണേ. 8 മിനിറ്റ് 10 മിനിറ്റ്. സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ ഒരു 1 hour ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ 8 മിനിറ്റ്. ഇവിടെ നോക്കിയപ്പോൾ 8 മിനിറ്റ്. രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങ് നടക്കുക. പക്ഷെ ഇവിടെ ടൈം കൂടി. എന്താവുന്നൊന്നും അറിയത്തില്ല. ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. എന്നാലും ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് സ്ലീവ്ലെസ് ഒക്കെയാണ്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ഇതാണ് സ്ഥലം. ഇവിടെ എന്നോട് പറഞ്ഞു, ഞങ്ങൾ 3:45 അവിടെ നിന്ന് ഇറങ്ങിയത്. എന്നോട് പറഞ്ഞു സിബ്ലൈൻ കയറണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഇവർക്ക് വഴി അറിയത്തില്ല. പക്ഷെ ഞാൻ വഴി മറന്നുപോയി. ഗൂഗിൾ നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ പേരറിയത്തില്ല നോക്കാനായിട്ട്. എന്നിട്ട് ഞങ്ങളെന്നാ ഒരു കാര്യം ചെയ്ത് എവിടെ പോകാം, ഇതിന് സ്ഥലത്തിൻ്റെ പേരറിയത്തില്ല. ഫോട്ടോ എന്തോ ഒരു ഹിസ്റ്റോറിക്കൽ സംഭവമാണ്. കണ്ടപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ കൊള്ളാം. മാപ്പിട്ടു പോവാ. എന്താണെന്നൊന്നും അറിയത്തില്ല. ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, പക്ഷെ ടൈം കൂടുന്നുണ്ട്. പക്ഷെ അവിടെ ഞാൻ നോക്കിയപ്പോൾ 6 മണിയാകുമ്പോൾ അടയ്ക്കുമെന്നാണ് കണ്ടത്. പിന്നെ 4 മണിയായി. 2 മണിക്കൂറുണ്ട്. അതെ, ചെന്നിട്ട് ബൈ. ടൈം കൂടുന്നുണ്ട്, മീറ്റർ കുറയുന്നുണ്ട്. എന്നാ വായി കേറ്റി പോന്ന്. 80 മീറ്റർ. ഇവളാണ് ഗൈസ് എന്നെ വഴി കാണിച്ചു തരുന്നത്. ഇവള് പറയുന്ന വഴി കൂടെയാണ് പോകുന്നത്. എല്ലാരും കൂടെ ഉണ്ടെങ്കിൽ എന്നെ രസമായിരുന്നല്ലേടി. ശരിയാ, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ നല്ല ശാന്തമായ ഏരിയ. നോക്കി മാപ്പ് നോക്കി. കുഴപ്പമില്ല കുഴപ്പമില്ല, പോവാം. പേടിയാണോ ഗൈസ്? ഇവക്ക് പേടിയാണ്. ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് നിർത്താനാ? ബാ പോവാം. മൃഗങ്ങൾ വല്ലതും വരുവോ? ഇവിടെ അങ്ങനെ വല്ലതും പറയുന്നുണ്ടോ ഗൈസ്? ഇവിടെ ഒരു മൂങ്ങിനെയൊക്കെ കാണിക്കുന്നുണ്ട്. ജർമ്മനാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. ബാ പോവാം. കമോൺ ഗൈസ്, ഞങ്ങൾ ഇവിടെ ഒരു ചെറുപ്പക്കാർ വന്നേ. അവരോട് ഞങ്ങൾ ചോദിച്ചു ഈ വഴി പോകാൻ പറ്റുമോ, വല്ല കടുവയും പുലിയൊക്കെ ചാടി വരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോളാനൊക്കെ പറയും. പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ കുറേ പേരൊക്കെ ഇതുവഴി പോകുന്നുണ്ട്. അതുകൊണ്ട് ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നു, എന്താണ്, വെഹിക്കിൾസ് കൊണ്ട് പോകല, ആനിമൽസിന് ഡിസ്റ്റർബ് ആകും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആൾക്കാർ വണ്ടി കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് പോവുക. കുറേ നടക്കാറുണ്ട്. മാപ്പിലാണെങ്കിൽ ടൈം കൂടുന്നുണ്ട്, പിന്നെ ഡിസ്റ്റൻസും കൂടുന്നുണ്ട്. ആൾക്കാരൊക്കെ പോകുന്നുണ്ട്, പേടിക്കണ്ട. പിന്നെ ഇത്രയും ദൂരമുണ്ട് നടക്കാൻ.
പക്ഷെ കൊള്ളാം. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പോവായിരുന്നല്ലേ. ഒറ്റ ഇറക്കം. ഞാൻ പറയുന്നവരോട് യോജിക്കുന്നുണ്ടോ? യാ ഇഷ്ടമേ. İstime diyor maalesef. ഇത് കിളിയാ. സാധാരണ പുലിമുരുകനൊക്കെ ഇങ്ങനെയല്ലേ, കിളി പറയുമ്പോ പിന്നെ പറയും കൂടെ കടുവരിയത്. നമ്മുടെ നാട്ടിലെ പോലെ ഹിസ്വളവാ. അയ്യോ ചൊട്ടിനും കാട്. It was at this moment that he knew. He fucked up. പിന്നെ പോണോ? അങ്ങോട്ട് നോക്ക്. സിംഹമൊന്നും അല്ല, എന്നാലും കാടല്ലേ. നീ ഇനി എത്ര ദൂരം കൊണ്ടുണ്ടെന്ന് നോക്കിയേ. 50 മീറ്റർ. ഇതിന്റെ നോട്ടം കാണുമ്പോഴേക്കും ഹലോ ഗൈസ്, ഫൈനലി ഞങ്ങൾ ആ പ്ലാൻ ഫ്ലോപ്പ് ചെയ്തിരിക്കുന്നു. മീൻസ് പ്ലാൻ ഞങ്ങൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ബിക്കോസ് ഭയങ്കര കാടാ, ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. അതുമല്ല നടന്നിട്ട് തീരുന്നില്ല. സോ എത്തിയേനെ, മീൻസ് ഒരു 300 മീറ്ററോളം നടന്നിരുന്നെങ്കിൽ എത്തിപ്പോയേനെ. പേടിച്ചിട്ട് എന്തൊക്കെയോ ഭയങ്കര സൗണ്ടുകൾ യാ ഭയങ്കര സൗണ്ടുകൾ. ഐ മീൻ ഭയങ്കര കുറേ കൂടെ നടക്കാൻ വയ്യ, ടയേർഡായി. നിങ്ങളൊന്നും പ്രിപ്പയർ ആയിട്ടല്ല വന്നത്. കുറച്ച് പിന്നെ ആ ഇടക്ക് വരെ എന്നെ സൗണ്ടും അനക്കവും ഇല്ലായിരുന്നു. മിണ്ടാട്ട് നമുക്ക് വെയിൽ കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ നാക്കായി അല്ലേ അല്ലേ. ഓക്കെ, എനിവേ ദിസ് ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടെ ഒരു വീടുണ്ട്, ഇനി ഇതൊക്കെ കാണിക്കാം. ഓ ഗൈസ്, ഇതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. യാ അതായത് ഇവിടെ ഇപ്പം മഞ്ഞ് പെയ്യുമ്പോൾ ഇപ്പം ഓക്കെയാണ്, ഇപ്പം സമ്മർ സമയമൊക്കെ ആയതുകൊണ്ട് വെയിലാണ്. പക്ഷെ മഞ്ഞ് പെയ്യുന്ന സമയത്ത് ഇവിടെ നല്ല വെള്ള പരവതാനിയാവും. അങ്ങനെ ഒരു ദിവസം വരാട്ടാ. ആ അപ്പോൾ ഇവിടെ ആൾക്കാർ മറ്റേ ഈ സാധനം ചെയ്യും. ഏത് ഇത് കണ്ട ഈ പിക്ചറിൽ കാണുന്നേ, അതിൻ്റെ ഇതിൻ്റെ പേരെന്താടി? ആ സ്കൈ ഫാങ് ആ സംഭവം ചെയ്യും. അതാണ് സംഭവം. അയ്യോ വീണാ ചിരിക്കാൻ ചേട്ടനാ. അയ്യോ ഇതിലടി ഇതിന്റെ പാതി കഷ്ടപ്പാടില്ലായിരുന്നല്ലേ അങ്ങോട്ട് നടക്കാൻ. ഗൈസ് ഒരാൾ എഴഞ്ഞ് വരുന്നുണ്ട്. ഞങ്ങൾ അങ്ങോന്ന് വന്നാണ് ഗൈസ്, അവിടെ നിന്ന് വന്ന. അറിയില്ല. തിന്നാനെടുത്തില്ല, കുടിക്കാനെടുത്തില്ല. പക്ഷെ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. സിഗരറ്റ് അല്ല,
ചോക്ലേറ്റ് അല്ല, ചോക്ലേറ്റ് ആണ്. അയ്യോ തിരിഞ്ഞു പോയേ. ബൈ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുകയാണ്. യാത്ര അവസാനിപ്പിക്കുന്നില്ല, വീഡിയോ അവസാനിപ്പിക്കുകയാണ്. തിരിച്ച് വീട്ടിൽ പോകണം. വ്യൂ ഒക്കെ കൊള്ളാം. ചോറുണ്ണണം, സിനിമ കാണണം, കിടക്കണം. അങ്ങനെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ മാത്രമേ ഞങ്ങൾക്ക്. അതെ. പിന്നെ ഞങ്ങളൊരു ആന മത്സരം കാണിച്ചു. അത് സത്യമാണ്. ഞങ്ങൾ പോയി കഴിഞ്ഞ് ഇവിടെ വന്നിരുന്നപ്പോൾ ഒരുപാട് കപ്പിൾസും ഫാമിലിയൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. ഈവൻ ഒരു ചെറിയ ചെറുക്കൻ വരെ, ചെറിയ കുട്ടി വരെ ഓടി ഇങ്ങോട്ട് കിടക്കുന്നു, അങ്ങോട്ട് ഓടുന്നു. ഞങ്ങൾ പോയിട്ട് പകുതി വഴി 300 മീറ്റർ, വെറും 300 മീറ്റർ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ തിരിച്ചു. പക്ഷെ ഞങ്ങൾ തിരിച്ചു വന്നതിന്റെ കാര്യം വെച്ചാല് ചുറ്റും ഭയങ്കര കാടാണ്. ഒറ്റയ്ക്ക് പോവാൻ പേടി, ചില സംസാരങ്ങൾ, വിളികൾ. അതെ അതെ, എന്തോ ഒരു ബാഡ് അടിച്ചു. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോഴാണ് ഞങ്ങള് വരുന്ന വഴി കണ്ട ഈ വ്യൂ നമ്മളെ ആകർഷിച്ചത്. അതെ, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങ് പോന്നു. സോ സമയമുള്ളപ്പോ പോണമെന്ന് ആഗ്രഹിക്കുന്നു. സ്റ്റെഫിയാണ് എന്ന് എൻ്റെ ഫസ്റ്റ് വ്ലോഗിൽ വന്നത്. ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഇനി അങ്ങോട്ട് പുതിയ ഒരുപാട് വ്ലോഗ് ഇടാൻ സാധിക്കട്ടെ എന്ന് പറയും. പുതിയൊരു ബ്ലോഗ് ഇടാൻ തരാം. എന്നാ ഇനി വ്ലോഗ് ഇംഗ്ലീഷിലെ ബ്ലോഗ് പറഞ്ഞൊക്കെയാണ് പറയിപ്പിക്കുന്നത്. ഇനി ഒരുപാട് വ്ലോഗൊക്കെ ഇടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നല്ലൊരു ഭാവി നേരുന്നു. അതോടൊപ്പം ഒരുപാട് പൈസ ഉണ്ടാക്കട്ടെ, എന്ന് കടം ചോദിക്കാൻ പറ്റട്ടെ. ബൈ ഗൈസ്. ഓക്കെ ബൈ. ചൂസ്. ബൈ ചൂസ്. Auf Wiedersehen. Ja, auf Wiedersehen.